ആദരണീയരായ പ്രിയ മക്കൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് വ്യക്തമായി നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്കിന്ന് ഈ സമയത്ത് നിലനിൽക്കുവാൻ സാധിക്കുന്നത്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം എന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുന്നു. ഈ ദിവസം ലോകസ്ഥാപനത്തിന് മുന്നമേ എൻ്റെ കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അത് വിശ്വസിക്കുന്നവരാണ്, അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഇരിക്കുന്ന അറിയാം. ഇന്ന് ഈ പകൽ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എടുത്തു വരുവാൻ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഈ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി തീരുവാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്തുന്ന ഒരു സമയമായി തീർട്ടെ. സകലത്തിൻ്റെയും ഉടയവനായവൻ, സകലത്തിനും ആധാരമായിരിക്കുന്നവൻ, സകലത്തിനും കാരണഭൂതനായിരിക്കുന്ന ആ രാജാതിരാജാവിന്റെ സാന്നിധ്യം എന്ന പകൽക്കാലം ഇവിടെ ഉണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്കും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വരാമെന്ന് വാക്കു പറഞ്ഞ ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ ദിവസം തോറും നമ്മെ പരിപാലിക്കുന്ന കർത്താവിന്, ഏറ്റവും ശ്രേഷ്ഠമായി നമ്മെ ആദരിക്കുന്ന കർത്താവിന്, ഏറ്റവും ശ്രേഷ്ഠമായി നമ്മെ അലങ്കരിച്ചിരിക്കുന്ന കർത്താവിന്, നമ്മെ വിളിച്ച കർത്താവിന്, നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിന് ഈ പകൽക്കാലം സകല സ്തുതികളും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ രാജാതിരാജാവിനെ ഒന്ന് സ്തുതിക്കുന്ന ഒരു സമയമായി തീരട്ടെ. ഒരുപക്ഷെ ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ആന്തരിക കണ്ണുകൾ തുറന്ന് കർത്താവെ ഞങ്ങൾ വീണ്ടെടുത്തതിനായി നന്ദി എന്ന് പറയുന്ന ഒരു സമയമായി തീരട്ടെ. ഞങ്ങൾ തിരഞ്ഞെടുത്തതിനായി നന്ദി എന്ന് പറയുന്ന ഒരു സമയമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചാനലിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിൽക്കണമെന്നില്ല. അതെല്ലാം ഇവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തിയോടെ ഇന്ന് പകൽക്കാലം രാജാവിനെ, ശ്രേഷ്ഠനായ കർത്താവിനെ, ഏറ്റവും പ്രിയനായവനെ, ഏറ്റവും പരിപൂർണനായവനെ, ഏറ്റവും യോഗ്യനായവനെ ഒരു പാടി സ്തുതിക്കുന്ന ഒരു സമയമായി തീരട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. എൻ്റെ യേശുനാഥ, നീ എനിക്കായി ചെയ്ത ഓരോ നന്മയ്ക്കും खुदावन तुम मेरे जितने उपकार दिया, हर एक उपकार की याद करके परमेश्वर को धन्यवाद करे. वचन संग ऐसे कहते हैं मेरी मनी होवा की स्तुति करो, परमेश्वर की स्तुति करो, उसकी आराधना करो दिल की गहराई से उसको आराधना करने की मौका खुदावन ने हमें दिया है. इसलिए हम मिलकर गिर गाकर परमेश्वर का नाम महिमा करेंगे.
സ്വർഗത്തിലേക്ക് ഉയർത്തിരിക്കുമ്പോൾ നന്ദിയോടെ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സർവ്വത്തിൽ നിന്ന് തൻ്റെ വലം കൈകളുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമല്ലണമേ. നാം നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ തോമസ് മാത്യു മുമ്പിലേക്ക് കടന്നു വന്ന് തുടർന്ന് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഈ അതിമനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയുള്ള ഹൃദയങ്ങളുമായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൂടി വന്ന ഉദ്ദേശം കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ വിവാഹ നിശ്ചയങ്ങൾ ഞങ്ങളായിരിക്കുന്നത് ഇന്ന് പകൽക്ക് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും സ്വർഗ്ഗം അനുഗ്രഹിക്കുകയും അഭിഷേകമായ ദൈവകൃപയാൽ ഞങ്ങളെ നിറച്ചെന്നവയെ എല്ലാ കാര്യങ്ങളും നന്നായി തീരുമാനിക്കാൻ ഞങ്ങളുടെ സ്വർഗ്ഗമിടയാക്കുന്ന അങ്ങയുടെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാരെ കടങ്ങളെ കേൾപ്പിക്കുന്നു, ഇരു കുടുംബങ്ങളെ കടങ്ങളെ കേൾപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷയും സ്വർഗ്ഗം അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം. അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട ആ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ദാസനങ്ങളായിരിക്കും. തുടർന്ന് വെൽക്കം ചെയ്യുവാനായി പ്രിയ ജോയിച്ചാൻ്റെ ഇളയ സഹോദരൻ ബ്രദർ ജോബി പണിക്കറിനെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ജിഷ ആൻഡ് ജുബിൻ്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇരു കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും അതുപോലെ തന്നെ
എല്ലാ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഞാൻ വേഗപുരൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അറിയിക്കാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി ഈ ശുശ്രൂഷയുടെ അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ ജിജോ ജോർജ്, ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് IPC നോർത്തേൺ റീജിയൻ്റെ ഭോപ്പാലിലെ സഭാ ശുശ്രൂഷകനും ജിഷയുടെ മാതൃസഭയിലെ ശുശ്രൂഷകനുമായ ദേവദാസനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഈ ശുശ്രൂഷയുടെ പ്രധാന സ്പീച്ച് നൽകുന്ന നമ്മുടെ കർത്താവിൻ്റെ ദേവദാസൻ വിലയേറിയ പാസ്റ്റർ സണ്ണി കുര്യൻസ് സ്വാഗതം ചെയ്യുന്നു. കുവൈറ്റിലായിരുന്ന സമയത്തൊക്കെ ആ സഭയിലെ പാസ്റ്ററായിട്ട് ദേവദാസൻ ശുശ്രൂഷ ചെയ്യുവാനിടയായി. അങ്ങനെ ഏറെ നാളുകൾ പിതാവിൻ്റെ ജിഷയുടെ പിതാവിന് പരിചയമുള്ള പാസ്റ്ററാണ് ദേവദാസൻ. IPCയിലെ സീനിയർ പാസ്റ്ററുകളായി സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ കർത്താവ് പ്രസിദ്ധനായ പാസ്റ്റർ വർഗീസ് എബ്രഹാം ജുബിൻ്റെ മാതൃസഭയുടെ സഭാ ശുശ്രൂഷനായും സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ വർഗീസ് എബ്രഹാം പാസ്റ്ററെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കല്ലുമല ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായിട്ടും പ്രസിഡൻറ്റുമായി ആയിരുന്ന പാസ്റ്റർ PJ തോമസ്, നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കടങ്ങൽ കുഞ്ഞച്ചാനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലുമായിട്ടിരിക്കുന്ന IPC സീനിയർ പാസ്റ്റേഴ്സ്, IPC നോർത്തേൺ റീജിയൻ്റെ സീനിയർ പാസ്റ്റേഴ്സ്, ജിഷയുടെ സഭയിലെ നേരത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അനേകം പാസ്റ്റർമാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. അവരെ എല്ലാവരും നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയിലേക്ക് വന്നതിന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ വന്നിരിക്കുന്ന ജിഷയുടെയും ജുബിൻ്റെയും റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ജിഷയുടെ കുടുംബത്തിൻ്റെ അവരുടെ സ്നേഹം സ്വീകരിച്ച് ഇന്ന് വന്നതിന് ഞങ്ങളെല്ലാവരും സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലാസ്റ്റിൽ നിർദ്ദിഷ്ട വധുവരന്മാരായ ജുബിനെയും ജിഷയെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൃപാലുവായ ദൈവം ഈ ശുശ്രൂഷ ആത്മീയമായി ഭംഗിയായി നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് കൊടുക്കുന്നു. താങ്ക് യു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഇന്ന് പകൽ ഇവിടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് കടന്നു വരുവാൻ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സഹായിച്ചുവല്ലോ. പ്രത്യേക പ്രിയ ജോബി അച്ഛൻ അറിയിച്ചതുപോലെ കടന്നു വന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷിക്ത ദൈവദാസന്മാരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന, ഈ കൂട്ടായ്മ, ഈ ഒരു സെറിമണി ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രത്യേക അനേക ദൈവദാസന്മാർ നമ്മുടെ സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെയും പേരുകൾ എടുത്ത് പറയുവാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണെങ്കിലും വി അക്നോളജ് യു. കടന്നു വന്നതിനുള്ള സന്തോഷത്തെയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേക എല്ലാ റിലേറ്റീവ്സ്, എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയും യാത്ര ചെയ്ത് കടന്നു വന്ന അനേകരുണ്ട്. ഭോപ്പാലിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, ഫരീദാബാദിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, US നിന്ന് കടന്നു വന്നവരുണ്ട്. ഒത്തിരി പല സ്ഥലങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഒരുമിച്ച് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ജിഷ, ജുബിൻ രണ്ടുപേരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ചുരുക്ക വാചകങ്ങൾ അവരെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയ ജുബിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന തന്നെ കേരളത്തിൽ ജനിച്ച് വളരുവാൻ കർത്താവ് തനിക്ക് നല്ല ഭാഗ്യം നൽകി. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളിൽ
കൂടെ യേശുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, കർത്താവിൽ ഉറയ്ക്കുവാനൊക്കെയും പ്രിയ മാതാപിതാക്കൾ തനിക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. തനിക്ക് ഇളയ സഹോദരൻ പ്രിയ മെബിൻ താൻ US-ൽ തൻ്റെ ഹയർ സ്റ്റഡീസ്, ഗ്രാജുവേഷൻ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. താൻ പ്രിയ ജുബിൻ തമിഴ്നാട്ടിൽ തൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. താൻ ഇപ്പോൾ ഒരു എഞ്ചിനീയറായി USA-ൽ താൻ ജോലി ചെയ്തു വരുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ കടന്നു വരുവാനും കർത്താവ് സഹായിച്ചിരിക്കുന്നത്. അവർ മാതാപിതാക്കൾ എല്ലാവരും US-ൽ അവർ സെറ്റിൽഡ് ആണ്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജിഷയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ചുരുക്കവാചകങ്ങൾ തന്നെക്കുറിച്ചും വേഗം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ പൈതൽ ഭോപ്പാലിൽ ജനിച്ചു വളരുവാനും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളിൽ യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരി പ്രിയ ജിനി താനും കുടുംബമായി ഓസ്ട്രേലിയയിലായിരിക്കുന്നു. തനിക്ക് ഇന്ന് പകലത്തെ ഈ എൻഗേജ്മെന്റ് സെറമണിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. പ്രിയ പൈതൽ തൻ്റെ ഗ്രാജുവേഷൻസ് ചെയ്യുവാൻ ക്രിസ്ത്യൻ കോളേജ് ഇൻ ചെന്നൈ തൻ്റെ ഗ്രാജുവേഷൻസ് ചെയ്യുവാൻ, തൻ്റെ മാസ്റ്റേഴ്സ് MSc ഇൻ ഹ്യൂമൻ ജെനറ്റിക്സിൽ ചെന്നൈയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചു. അതുമാത്രമല്ല 3 വർഷത്തോളം പൂനെയിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുവാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തനിക്ക് ലഭിച്ച ഭാഗ്യമാണ് ഇന്ന് ഇങ്ങനെ ഒരു ആത്മീകമായ ഒരു അനുഭവത്തിൽ കടന്നു വരുവാനും കർത്താവ് സഹായിക്കുന്നത്. പ്രിയ ജോയിച്ചാനെ കുറിച്ചും 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ ജോയിച്ചാൻ്റെ കുടുംബം. ഒത്തിരി കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുകയും ചർച്ചിൽ മാത്രമല്ല സോണിൻ്റെ ആയിട്ടുള്ള ചുമതലകളും മറ്റ് പല കാര്യങ്ങളും കർത്താവ് തന്നെ വളരെ ശക്തമായി ഉപയോഗിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ദീർഘനാളത്തെ പ്രാർത്ഥന അതിൻ്റെ മറുപടിയായിട്ടാണ് ഇന്ന് പ്രിയ പൈതങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ അവരുടെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു എൻഗേജ്മെന്റ് സെറമണിയായി നമുക്ക് കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. എത്രയോ പേര് കൊതിക്കുന്നു, എന്നാൽ ഇന്ന് ആത്മീകമായ ഒരു നിലവാരത്തിൽ തന്നെ ആ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ പ്രിയ പൈതങ്ങൾക്ക് വളർന്നു വരുവാൻ കർത്താവ് നൽകി കൊടുത്ത നല്ല ഭാഗ്യത്തിനായി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പർപ്പസ് ഓഫ് ഗ്യാദറിംഗ്, എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മളെ അറിയിക്കുവാൻ വേണ്ടി ബ്രദർ PA സാമുവലിനെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പേര് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദിയും പറയുന്നു. നന്ദി പറയുക വരുന്നുണ്ടെന്ന് എനിക്കറിയാം. വിഷയുടെ വല്യമ്മാച്ചനാണ് ഞാൻ. ഈ അവസരത്തിൽ ഇവിടെ ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ കരുതലുകളും ദൈവത്തിൻ്റെ പരിപാലനവും ദൈവം നടത്തുന്ന വഴികളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാം ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അത് ഒഫീഷ്യലായിട്ടൊന്ന് പറയേണ്ട ആവശ്യമുണ്ടല്ലോ. ആ ചുമതലയാണ് എനിക്കുള്ളത്. ഇരുപേര് പ്ലാങ്കൂടത്തിൽ കുടുംബാംഗവും ഇപ്പോൾ മധ്യപ്രദേശ് ഭോപ്പാലിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ബ്രദർ CP യോഹന്നാൻ പണിക്കറിൻ്റെയും ശ്രീമതി ഷൈനി ജോണിൻ്റെയും മകൾ ജിഷ ജോണും റാന്നി തോട്ടുകുന്നമ്പുറത്ത് കുടുംബാംഗമായ ഇപ്പോൾ US-ൽ ഹ്യൂസ്റ്റണിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബ്രദർ ജോ വർഗീസിൻ്റെയും ശ്രീമതി PG ജോയുടെയും മകൻ ജുബിൻ ജോയും തമ്മിലുള്ള വിവാഹത്തെ പറ്റി ഇരു കുടുംബവും ഏകദേശം ധാരണയിലൊക്കെ എത്തിയിരിക്കുന്നു. അതിൻ്റെ നിശ്ചയത്തിനായിട്ട് ആണ് ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അവരെ 2 വിവാഹ തീയതിയൊക്കെ ഉറപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോകുവാൻ ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ഈ കൂടിവരവിനെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ 2 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുമതല ലഭിക്കുന്നു. താങ്ക് യു. വരൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രിയപ്പെട്ടവർക്കും അതിൻ്റെ ഡിക്ലറേഷൻ അറിയിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവർ മുമ്പിലേക്ക് പ്രൈസ് ലോർഡ്. ദൈവനാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർക്കും സദസ്സിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ദൈവഹിതമായാൽ 2025 ഫെബ്രുവരി 3 രാവിലെ 10 മണിക്ക് റാന്നി IPC ബദേൽ ടൗൺ ചർച്ചിൻ്റെ ചുമതലയിൽ റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രിയ ജുബിൻ്റെയും ജിഷയുടെയും വിവാഹം നടത്തുവാൻ ഇരു വീട്ടുകാരും കൂടി നടത്തി ഗൃഹപ്രവേശം ചെയ്യുവാൻ, വരൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശം ചെയ്യുവാൻ ഇരു വീട്ടുകാരും കൂടി ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ തീരുമാനത്തിലേക്ക് ദൈവജനങ്ങളുടെ എല്ലാവരും ഒന്നിച്ച് അതിനെക്കുറിച്ച് തീരുമാനിക്കാനും ചർച്ച ചെയ്യുവാനായിട്ടാണ് ഇന്ന് നാം വന്നിരിക്കുന്ന തീരുമാനത്തിലേക്ക്. താങ്ക് യു. നമ്മൾ കേട്ടതുപോലെ 2025 ഫെബ്രുവരി 3 IPC ബദേൽ റാന്നി ടൗൺ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ വളയനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് 10:30 വിവാഹത്തിനായി ഒരുങ്ങുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തുടർന്നും അതിൻ്റെ രജിസ്റ്ററിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതിന് മുമ്പായി നമ്മൾ പലരും ഒരുപക്ഷെ ജുബിനെയും ജിഷയും കണ്ടിട്ടില്ലായിരിക്കാം. ക്ഷണം സ്വീകരിച്ചു, കടന്നു വന്നു. പക്ഷേ കാണുവാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള സമയം, അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നതായിരിക്കും. ജുബിനും ജിഷയും നിൽക്കുന്നത് ആ സ്ഥലങ്ങളിൽ തന്നെ ഒന്ന് എഴുന്നേറ്റ് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ഒന്ന് നിൽക്കാം.
ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവിഷ്ണുമായ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പഴവങ്ങാടി വില്ലേജിൽ തോടുകുന്നം പുറത്ത് വീട്ടിൽ ജോ വർഗീസ് ഡിജി ജോ ദമ്പതികളുടെ മകനും IPC ബദേൽ ടൗൺ സഭ അംഗമായ ജുബിൻ ജോ ഭോപ്പാൽ ജില്ലയിൽ ഹൊസൂർ താലൂക്കിൽ ഭോപ്പാൽ മുനിസിപ്പാലിറ്റിയിൽ പ്ലാങ്കൂട്ടത്തിൽ വീട്ടിൽ CP യോഹന്നാൻ പണിക്കർ ഷൈനി ജോൺ ദമ്പതികളുടെ മകളും IPC നോർത്ത് ഇന്ത്യൻ റീജിയൻ എബ്രോൺ ഭോപ്പാൽ സഭാംഗവുമായ ജിഷ ജോണും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് ഫെബ്രുവരി മാസം 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 IPC ബദേൽ ടൗൺ സഭയുടെ ചുമതലയിൽ റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ഗൃഹപ്രവേശം വരന്റെ വീട്ടിൽ നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. വരന്റെ പിതാവ്, വരന്റെ സഭാ ശുശ്രൂഷകൻ, വരന്റെ സഭാ പ്രതിനിധി, വധുവിന്റെ പിതാവ്, വധുവിന്റെ സഭാ ശുശ്രൂഷകൻ, വധുവിന്റെ സഭാ പ്രതിനിധി എന്നിവർ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ഈ വിവാഹ നിശ്ചയരേഖ കൈമാറുവാനുള്ള സമയമാണ്. വരന്റെ ഭാഗത്തു നിന്നുള്ള അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരും വധുവിന്റെ ഭാഗത്തുനിന്നുള്ള ബ്രദർ ജോൺ P. ജോൺ മുമ്പിലേക്ക് കടന്നു വന്ന് ആ രേഖ കൈമാറുന്നതായിരിക്കും. തിങ്കളാഴ്ച നടക്കേണ്ട വിവാഹ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് എല്ലാവർക്കും ദാസരങ്ങളും എഴുന്നേറ്റ് നിൽക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ കൈമാറി അവരുടെ ഭാവി കർത്താവിന് ഏറ്റവും ധന്യമാകേണ്ടതിന് ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ വിവിധ സ്ഥലങ്ങളിൽ തക്ക സമയത്ത് കടന്നു വന്നു. ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം വ്യാപരിച്ചു. ഏറ്റവും അനുഗ്രഹീതമായ വിധത്തിൽ ഈ ചടങ്ങിൽ ഞങ്ങൾക്ക് ഭാഗഭാക്കാകുവാൻ അവിടുന്ന് കൃപ പകർന്നവർക്ക് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ കൃപാസനത്തിന് മുൻപിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഉയർത്തുന്നു. ഇതുവരെ അവരുടെ മേൽ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവകൃപ ഈ വിവാഹ നിശ്ചയ വേദിയിൽ അവരുടെ ശിരസിന്മേൽ ബലത്തോടെ വ്യാപരിക്കട്ടെ. ദുർഘടങ്ങളെ നിരപ്പാക്കി പ്രതിബന്ധങ്ങളുടെ താമ്രക്കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞ ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും പകരത്തക്ക വിധം ഞാൻ അവൻ്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു എന്നതിൻ്റെ വചനത്തിലെ വാഗ്ദത്തം ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രിയ ജുബിൻ്റെയും ജിഷയുടെയും കരങ്ങൾക്ക് പിടിച്ച് അടുത്ത ഓരോ ചുവടുകളും അവിടുന്ന് അവരെ നടത്തണമേ കർത്താവേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയ ഞങ്ങളുടെ രക്ഷകന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഈ നിശ്ചയവേദിയിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജുബിനെ എന്നിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൈമാറുന്ന കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ടുകൊണ്ട് അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കേണ്ടതിന് അവിടുന്ന് കരത്തിൻ്റെ പ്രവൃത്തി ഏതനിൽ വെളിപ്പെടുത്തിയതുപോലെ ജുബിന് വേണ്ടി ജിഷയെ ഒരുക്കിയത് അങ്ങയുടെ മഹാനിർണയത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രിയമകൾ ജിഷയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്നതിൻ്റെ വചനം പറയുന്നു. ഒരു ഉത്തമ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിനാവശ്യമായ എല്ലാ പ്രത്യേക നിയോഗങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനും പുത്രൻ തമ്പുരാന്റെ ദിവ്യാനുഗ്രഹങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് നടത്തിപ്പിനും ഏറ്റവും ധന്യമായ ദാമ്പത്യ ജീവിതം നയിക്കത്തക്ക വിധം അടുത്ത ദിവസങ്ങൾ വിവാഹവേദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ച് വളയനാട്ട് ഓഡിറ്റോറിയത്തിലെ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ഏതൻ പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ മറവിൽ ആദി മാതാപിതാക്കൾ തമ്മിൽ അദൃശ്യ ദൂതഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഒന്നായതുപോലെ ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ഒന്നാകുന്ന രംഗം കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിച്ച് നിന്റെ കരങ്ങളിൽ അവരെ സ്തോത്രത്തോടെ കൈമാറുന്നു. അവിടുന്ന് കയ്യേറ്റത് കൊണ്ട് സ്തോത്രം. പ്രിയ ജിജോ പാസ്റ്റർ അധ്യക്ഷം വഹിപ്പാനും നേതൃത്വം വഹിപ്പാനും കർത്താവ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രിയ സന്നി കുര്യൻ പാസ്റ്റർക്ക് തുടർന്നുള്ള സന്ദേശത്തിലൂടെ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ കൃപ പകരണമേ. നിന്റെ പ്രത്യനിലൂടെ കേൾക്കുന്ന ജീവന്റെ വചനം സദസ്സിന് മുഴുവൻ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. സകല മഹത്വവും മുറിവേറ്റ പാദങ്ങളിൽ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.
താങ്ക് യു പാസ്റ്റർ. എല്ലാവർക്കും ദാസങ്ങൾ ആയിരിക്കാമല്ലോ. Brother Jisha, Brother Jubin and Sister Jisha, they are officially engaged. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുവാൻ വേണ്ടി പോവുകയാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിൽ കടന്നു വന്ന് കർത്താവ് ശുദ്ധദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ തന്നെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, സ്റ്റേജിലും ഓഡിറ്റോറിയത്തിലുമായിട്ട് പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ക്രിസ്തുവിൽ ആദരണീയരായ എല്ലാ ദൈവദാസന്മാർക്കും പ്രാർത്ഥനാപൂർവം ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബ്രദർ ജൂബിൻ, സിസ്റ്റർ ജിഷ, അവരുടെ പേരൻസ്, ബന്ധുമിത്രാദികൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ക്വയർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിയുക്ത മണവാട്ടി സിസ്റ്റർ ജിഷയുടെ കുടുംബം, അവരുടെ പേരൻസ്, അവരെല്ലാം വളരെ അടുത്ത് പരിചയപ്പെടുവാനും ആത്മീകമായ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജിഷയുടെ പ്രിയ പിതാവ്, ഞങ്ങൾ ജോയിച്ചനെന്നാണ് വിളിക്കുന്നത്, ബ്രദർ ജോയിച്ചൻ, അദ്ദേഹം കുവൈറ്റിൽ ചില വർഷങ്ങൾ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. അത് നിമിത്തം തന്നെ കുവൈറ്റ് സഭയുടെ അംഗങ്ങളായിരുന്ന ഒത്തിരി ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. ആ കുടുംബത്തോടുള്ള സ്നേഹവും ആദരവും നിമിത്തം ഞാൻ ഇവിടെ ഒരു ടൈം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്ന സമയത്താണ് ജോയിച്ചൻ ജോലിയോടുള്ള ബന്ധത്തിൽ കുവൈറ്റിൽ വന്നുചേർന്നത്. കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ ഒരാൾ നാട്ടിൽ നിന്നോ അല്ലാതെയോ എവിടുന്നെങ്കിലും വന്നാൽ ആളെ തപ്പിപ്പിടിക്കുക എന്നുള്ളത് അന്നത്തെ ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പ്രിയ ജോയിച്ചിനെ അന്വേഷിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് PCK സഭയുടെ അംഗമാക്കി തീർത്തു. താൻ അവിടെ ആയിരുന്ന കാലഘട്ടം മുഴുവൻ ആ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും താൻ സജീവമായി സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള അനുഗ്രഹീതനായ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഭോപ്പാലിലുള്ള ഭവനത്തിലും എനിക്ക് കടന്നു പോകുവാൻ സാധിച്ചിട്ടുണ്ട്. മധ്യപ്രദേശത്ത് കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് 79 വേലസ്ഥലങ്ങളുണ്ട്. എല്ലാ വർഷവും അവിടെ വേലക്കാരുടെ പ്രത്യേക മീറ്റിംഗ് വിളിച്ചു കൂട്ടാറുണ്ട്. IPC MP സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ്. അവിടെ വർക്കേഴ്സ് കോൺഫറൻസ് നടത്തിയ സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ പ്രിയ ജോയിച്ചിനെ കാണുവാനും, ബൈഹർ എന്ന സ്ഥലത്ത് ഞങ്ങളൊരു പ്രത്യേക കോൺഫറൻസ് നടത്തിയപ്പോൾ പ്രിയ ജോയിച്ചൻ അവിടെ കടന്നു വന്ന്, ഭോപ്പാലിൽ നിന്ന് വളരെ മണിക്കൂറുകൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്തത്തുള്ളൂ, അവിടെ കടന്നു വന്ന് അവിടുത്തെ വർക്കേഴ്സ് കോൺഫറൻസിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനും അവരെ പഠിപ്പിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയിലും വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ ജോയിച്ചനും തൻ്റെ ഫാമിലിയും.
ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവണ്ണം തന്നെ നിയുക്ത മണവാളൻ ബ്രദർ ജൂബിൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ പേരൻസ്, അവരെല്ലാം ദൈവത്താൽ വളരെ അനുഗ്രഹീതരും ദൈവം മാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബവുമാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജു മേത്രയുടെ ചർച്ചിൻ്റെ അംഗം എന്ന് പറയുമ്പോൾ പിന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും നന്നായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ പരിപാലനത്തിൽ കഴിയുന്ന ചർച്ച്, ആ ചർച്ചിലെ സജീവ അംഗങ്ങളാണ് പ്രിയപ്പെട്ടവർ. അവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ നിശ്ചയിക്കപ്പെട്ടതുപോലെ തിങ്കളാഴ്ച രാവിലെ റാന്നിയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏറ്റവും മംഗളകരമായി പ്രിയ മക്കളുടെ വിവാഹം നിർവഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട കാലങ്ങളും ശോഭനമായ ഭാവിയും പ്രമോദങ്ങളുടെ നാളുകളെയും ദൈവം അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ അരുളി ചെയ്തു, അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ദൈവം വീട് പണിയുന്നവനാണ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാകും. ഒന്ന്, യഹോവ വീട് പണിയുന്നവനാണ്. രണ്ട്, യഹോവ കാക്കുന്നവനാണ്. ദൈവം ഈ മക്കളുടെ കുടുംബം പണിയട്ടെ, ദൈവം അവരെ കാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൂമിയിൽ വിവാഹം സ്ഥാപിച്ചത് സർവശക്തനായ ദൈവമാണ്. ആ കാര്യങ്ങളൊക്കെ വിവാഹ ദിവസത്തിൽ നമ്മൾ ധാരാളം കേൾക്കും. ഇന്ന് ചുരുക്കം മിനിറ്റുകൾ മാത്രമാണ് സാധാരണ നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് എടുക്കാറുള്ളത്. ആകാശം, ഭൂമി, ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും, വൃക്ഷലതാദികൾ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് നമുക്കറിയാം. നമ്മൾ സാധാരണ ഒറ്റവാചകത്തിൽ പറയും, ദൃശ്യവും അദൃശ്യവുമായി സകലത്തെയും സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ്. ശൂന്യതയിൽ നിന്ന് ദൈവം തന്റെ ശക്തിയുള്ള വചനത്താൽ ഇവയെല്ലാം വിളിച്ച് വരുത്തുകയാണ് ചെയ്തത്. യഹോവ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ ദൈവം തന്റെ വചനത്താൽ സകല സൃഷ്ടികളെയും വിളിച്ചു വരുത്തിയപ്പോൾ സർവശക്തനായ ദൈവം നേരിട്ട് സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങൾ ഭൂമിയിലുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥാപനം ഫാമിലിയാണ്. കുടുംബം ദൈവമാണ് സ്ഥാപിച്ചത്. രണ്ടാമത്തെ സ്ഥാപനം സഭയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പണിതു എന്നല്ല, പണിതുകൊണ്ടിരിക്കുന്നു എന്നുമല്ല, പണിയും എന്ന ഭാവികാല പ്രയോഗമാണ് കർത്താവ് ചെയ്തത്. നമുക്കറിയാം, അത് പുതിയ നിയമസഭയെ കുറിച്ചാണ് പറഞ്ഞത്. പെന്തിക്കോസ്ത് ദിവസത്തിൽ 120 ആളുകൾ സഹിയോൻ മാളികമുറിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേരത്ത് റൂഹ ഖുദ്ദീസ കൊടുമുഴക്കത്തോടെ അവരുടെ മേൽ ഇറങ്ങി വന്നു. അന്നാണ് ഭൂമിയിൽ തിരുസഭ സ്ഥാപിതമായത്. അപ്പോൾ സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വിളിച്ചു വരുത്തിയ ദൈവം നേരിട്ട് സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങൾ, ഒന്ന് ഫാമിലി, മറ്റൊന്ന് ചർച്ച്. അപ്പൊ കുടുംബം ദൈവത്താൽ സ്ഥാപിതമാകുന്നതാണ്. ഇന്ന് ഇവിടെ വിവാഹ നിശ്ചയ രേഖയിൽ ജൂബിലും ജിഷയും സൈൻ ചെയ്തു. അവർ ഒരുമിച്ചൊരു ചെയറിലിരിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവരൊരു കുടുംബമായി തീരുന്നത് തിങ്കളാഴ്ചയാണ്. കർത്താവ് അനുവദിച്ചാൽ തിങ്കളാഴ്ച അവർ ഒരു കുടുംബമായി ഒന്നായി തീരും. അതിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. പരസ്പരം ചെയ്യുന്ന ഉടമ്പടിയാണ്. തിങ്കളാഴ്ച ദിവസം പരസ്പരം ഞങ്ങൾ ഉടമ്പടി ചെയ്ത്, ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നുകൊള്ളാം എന്നതിൻ്റെ നിശ്ചയരേഖയിലാണ് അവരിവിടെ സൈൻ ചെയ്തത്. നമ്മളെല്ലാവരും സാക്ഷികളുമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഒരു കുടുംബത്തിന്റെ അംഗമായി തീരാൻ ദൈവം വെച്ചിരിക്കുന്ന നിയമം
പരസ്പരം ഉടമ്പടി ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം സ്ഥാപിച്ച രണ്ടാമത്തെ സ്ഥാപനമായ തിരുസഭയുടെ അംഗമായി തീരാനും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഉടമ്പടി ചെയ്യുക എന്നുള്ളതാണ്. കുടുംബമായി തീരാൻ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഉടമ്പടി ചെയ്യുന്നത് പോലെ തിരുസഭയുടെ അംഗമായി തീരുവാൻ സഭയുടെ മണവാളനും കാന്തനുമായിരിക്കുന്ന യേശു ക്രിസ്തുവുമായിട്ടാണ് ഉടമ്പടിയിൽ പ്രവേശിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് അത് സംബന്ധിച്ചൊരു വാക്യം റോമാലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നല്ല, നീ രക്ഷിക്കപ്പെടും. അർത്ഥാൽ രക്ഷ കുടുംബപരമായി ലഭിക്കുന്നതല്ല, രക്ഷ സാമുദായികപരമായി ലഭിക്കുന്നതല്ല, രക്ഷ സാമൂഹ്യപരമായി ലഭിക്കുന്നതല്ല, രക്ഷ വ്യക്തിപരമായി കരഗതമാക്കേണ്ടതാണ്. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വിഷയം പ്രിയ ജൂബിനും ജിഷയും ഇവിടെ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് നല്ല സാക്ഷ്യം നിലനിർത്തുന്ന മക്കളാണ്. അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അപ്പോൾ ക്രിസ്തുവുമായി വ്യക്തിപരമായി ഉടമ്പടിയിൽ പ്രവേശിക്കാത്ത ഒരാളും രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക മാർഗം അതാണ്. നമ്മുടെ ഏതെങ്കിലും കർമ്മങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും അതിന് ആധാരമല്ല, മറിച്ച് കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെയും കടങ്ങളുടെയും മോചനത്തിന് വേണ്ടി കുരിശിക്കപ്പെട്ടവനും നമ്മുടെ നീതീകരണത്തിനായി ശുദ്ധീകരണത്തിനായി ചങ്കിലെ അവസാനത്തോടെ രക്തം വരെ ഊറ്റിത്തന്നവനും മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ ഇന്നും ജീവിക്കുന്ന ഏകരക്ഷകനായ കർത്താവേ, അങ്ങാണ് എന്റെ രക്ഷകൻ, അങ്ങ് മാത്രമാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ, ഞാൻ അങ്ങേ ഹൃദയം തുറന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒരു കുടുംബത്തിന്റെ അംഗമായി തീരാൻ പരസ്പരം ഭർത്താവും ഭാര്യയും ഉടമ്പടി ചെയ്യുന്നത് പോലെ തിരുവഴുത്തിലെ തിരുസഭയുടെ അംഗമായി തീരാൻ യേശു ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിൽ ഒരാളെങ്കിലും, മിക്കവരും ഉടമ്പടിയിൽ പ്രവേശിച്ചവരാണെന്ന് എനിക്കറിയാം, എന്നാൽ ഒരാളെങ്കിലും വ്യക്തിപരമായി യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നെങ്കിൽ കർത്താവിന്റെ ദാസന്മാരെന്നുള്ള നിലയിൽ വിനയത്തോടെ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയോ കൽപ്പിക്കുകയോ അല്ല, അപേക്ഷിക്കുകയാണ്. യേശുവിനെ എല്ലാവരും കർത്താവായി രക്ഷകനായി വ്യക്തിപരമായി സ്വീകരിക്കണം. കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നേരിട്ട് സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ നിങ്ങൾ മറക്കരുത്. ഒന്ന് ഫാമിലി, മറ്റൊന്ന് ചർച്ച്. ഇതിന്റെ അംഗങ്ങളായി തീരാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക വ്യവസ്ഥ പരസ്പരം ഉടമ്പടി എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? സാത്താൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന 2 സ്ഥാപനങ്ങൾ ഇതാണ്. ഏറ്റവും ശക്തമായി സാത്താൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഫാമിലിയോട്, കുടുംബത്തോട്. ഏതെങ്കിലും തന്നെ ആദ്യം ചെയ്തതാണ്. ഇന്നും ലോകമെമ്പാടും എല്ലാ രാഷ്ട്രങ്ങളിലും, പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇന്നതൊക്കെ മാറി പാശ്ചാത്യരെ കടത്തിവെട്ടുന്ന രീതിയാണ് പൗരസ്ത്യർക്കുള്ളത്. ഇപ്പൊ ലോകമെമ്പാടും സാത്താൻ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബഛിദ്രം, കുടുംബത്തിന്റെ ഭദ്രതയില്ലായ്മയാക്കുക, കുടുംബത്തിൽ അവിശ്വാസത്തിന്റെ വിത്ത് വിതയ്ക്കുക. അങ്ങനെ കുടുംബ തകർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ശത്രുവിന്റെ പോരാട്ടങ്ങളെ നാം വിജയിക്കണം, ജയം കൈവരിക്കണം. വേണ്ടവേ, കർത്താവിന്റെ ദാസനോട് പ്രാർത്ഥിച്ചപ്പോൾ ഉദ്ധരിച്ച വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ശത്രുവിന്റെ സകല ആയുധവർഗങ്ങളും വെപ്പിച്ച ഒരു ജയാളിയായ കർത്താവാണ് നമുക്കുള്ളതാകിയാൽ പ്രിയ ജൂബിനോടും ജിഷയോടും ദൈവനാമത്തിൽ ഈ പ്രത്യേക ശുശ്രൂഷയെ ഞങ്ങൾ ഓർപ്പിക്കാനുള്ളത്, മക്കളെ, നിങ്ങൾ ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കുടുംബത്തിനെതിരെ ആദിയിൽ പൊരുതിയ ദുഷ്ടനായ പിശാച് നിങ്ങളുടെ കുടുംബത്തെ തകർക്കാനുള്ള സകല തന്ത്രങ്ങളും വരെ, പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൈവവചനത്തിന്റെ പത്യോപദേശത്തിലും നിലനിന്നുകൊണ്ട് ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും ജയിച്ച്
ധന്യമായ മാതൃകയുള്ള ഒരു കുടുംബം കെട്ടിച്ചമയ്ക്കുവാൻ സമർപ്പിതരാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ തന്നെ സഭയ്ക്കെതിരെയും ശത്രു പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലത്തിൽ 1-ാം നൂറ്റാണ്ട് തുടങ്ങി. സഭാചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം വായിച്ചാലും അറിയാം, സഭയുടെ ആരംഭം മുതൽ സഭയ്ക്കെതിരെ അന്ധകാര ശക്തികൾ ചക്രവർത്തിമാരിലൂടെ, രാജാക്കന്മാരിലൂടെ, ഭരണാധിപന്മാരിലൂടെ, പോരാ മതത്തിന്റെ സ്ഥാപകരിലൂടെ, മതഗുരുക്കന്മാരിലൂടെ ഒക്കെ ദൈവസഭയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, എന്റെ യേശു അരുളി ചെയ്തിട്ടുണ്ട്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഒരു അന്ധകാര ശക്തിക്കും ദൈവസഭയെ ജയിക്കാൻ കഴിയത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി, ശബ്ദം കൂടെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ആ സഭയുടെ ഭാഗമാണ് കുടുംബം. അതുകൊണ്ട് കുടുംബങ്ങളെയും സാത്താൻ ജയിപ്പാൻ കഴിയുകയില്ല. ഏതൊരു വിശുദ്ധ കുടുംബത്തിനും ശുഭകരമായ പ്രതീക്ഷയുണ്ട്. ഇവർക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് ശേഷം അവരവരുടെ പ്രതീക്ഷകളൊക്കെ കൈമാറും. ഒത്തിരി ശുഭകരമായ പ്രതീക്ഷയും മക്കളുടെ ഹൃദയത്തിലുണ്ട്. അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവസഭയ്ക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം സഭയുടെ പ്രതീക്ഷ എന്താണ്. എത്രയും വേഗത്തിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ്. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെയും സഭയുടെ ഉൾപ്രാപണം അഥവാ എടുത്തുകൊള്ളപ്പെടലിനെയും ലോക സംഭവങ്ങൾ മുഴുവൻ വിളിച്ചറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം അതിന് സാക്ഷ്യം വഹിക്കുന്നു. കണ്ടാലും നമ്മുടെ കർത്താവ് വേഗത്തിൽ മടങ്ങി വരുന്നു. ആകയാൽ ക്രിസ്തുവിന് വേണ്ടി നിർമ്മല കന്യകയായി ഏൽപ്പിക്കപ്പെടേണ്ടതിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന തിരുസഭയെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം വഷളായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ക്രിസ്തു എന്ന ഏക പുരുഷന് നാം നിശ്ചയിക്കപ്പെട്ട സഭയാണ്. എത്രയും വേഗത്തിൽ നമ്മെ ചേർക്കാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. കാഹളം കേൾക്കുന്നത് വരെ യേശു ക്രിസ്തുവിനോടുള്ള നിർമ്മലത, ഏകാഗ്രത നഷ്ടപ്പെടാതെ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ മേൽ കൊടുത്തിരിക്കുന്ന വിളക്ക് പോലെയും മലമേൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെയും സുവിശേഷത്തിന്റെ പ്രകാശം പരത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാക്കി ദൈവം നിങ്ങളെ പണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കെല്ലാമായ
കർത്താവിൻ്റെ വിശുദ്ധദാസന്മാരുടെ പേരുകൾ നേരത്തെ ഇവിടെ തന്നിട്ടുണ്ട്. പാസ്റ്റർ PJ തോമസ്, പാസ്റ്റർ PD തോമസ്, പാസ്റ്റർ ജേക്കബ് ചാക്കോ, പാസ്റ്റർ MA തോമസ്. പ്രിയപ്പെട്ടവർ മുമ്പിലേക്ക് കടന്നു വന്ന് 2 മിനിറ്റ് സമയം അധികം എടുക്കരുത്. നാം മുൻപിലേക്ക് ഓരോരുത്തരായി കടന്നു വന്ന് ഫെലിസിറ്റേഷൻ ഇപ്പോൾ അറിയിക്കാവുന്നതാണ്. പ്രാരംഭമായി പാസ്റ്റർ PJ തോമസ് മുമ്പിലേക്ക് കടന്നു വന്ന് ഫെലിസിറ്റേഷൻ അറിയിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലീഡിന് കർത്തദാസൻ, ഞാൻ വളരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ അബ്രഹാം, പാസ്റ്റർ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും 1-2 കാര്യം പറയേണ്ട അത്യാവശ്യമാണ്. നിഷമോടെ പിതാവ്, മാതാവ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, സഹോദരി വർഷങ്ങളായി കല്ലുമല എഡി ചർച്ച് ബോർഡിൻ്റെ ഒരു സഭ ഇരുവീടുണ്ട്. ആ സഭയുടെ ആരംഭകാലങ്ങളെ ആരാധന നടന്ന വീടാണ് പ്രിയപ്പെട്ട ജോയിക്കുട്ടിയുടെ വീട്. തൻ്റെ പിതാവ്, മാതാവ് അവരൊക്കെ ലോകത്തിൽ മാറ്റപ്പെട്ട സമയത്ത് ആ ശുശ്രൂഷയ്ക്ക് പെട്ടെന്ന് കൊള്ളുവാനും നടത്താൻ ദൈവത്തിനിടയാക്കി തീർത്തു. അന്ന് കാലത്തെ കട്ടലും പ്രയാസവും ഞെരുക്കത്തിലും കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ദൈവമക്കളെ വളരെ ആദരവോട് സ്നേഹിച്ച് ലഭിച്ച നന്മ കർത്താവിന് മേടിച്ചു കൊടുത്ത ഫലമായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുക കുറവുകൾക്കായി ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ മാത്രം നിത്യമായിട്ടും ജോയിക്കുട്ടി ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോപ്പാനിൽ കരിമല ഒരു ചർച്ച ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ ചെന്ന സമയത്തൊക്കെയും ആരംഭകാലങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോയിക്കുട്ടിയെ ഭോപ്പാലിൽ ആദ്യം പ്രാർത്ഥിച്ചു വിട്ട വ്യക്തിയിലൊരാളാണ് ഞാൻ. ഒന്നും മറക്കാൻ സാധ്യമല്ല. ദൈവം നമ്മളെ എത്ര ഉയർത്താനും വന്ന മറക്കാതെ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ 2 കുഞ്ഞുങ്ങളെ ദൈവത്തെ ദാനം ചെയ്തു. ദൈവത്തിനായി സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. മോൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം നല്ല അനുഗ്രഹങ്ങൾ തലമുറയായിട്ട് കുടുംബജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ദൗത്യം നമുക്ക് ഉണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഞാൻ ഉൾപ്പെടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. ഈ കുഞ്ഞുങ്ങളുടെ കുടുംബ അനുഗ്രഹത്തിൽ മക്കളെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കഴിവത്തോളം പ്രാർത്ഥിക്കണം. എത്ര ബിസി ഉണ്ടെങ്കിലും 2 പേരുടെ കൈ വെച്ച് 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. ദൈവവചനം ധ്യാനിക്കണം. എൻ്റെ ആശ്രമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിലും അനുഗ്രഹത്തിൽ ആദ്യമേ ഭവ്യ നന്മ നിന്നിട്ട് ദി ചർച്ച് കൂടെ കല്ലുമല തീയസഭയിലെ എല്ലാ നിരാസന്മാരെയും ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളെല്ലാം ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ നിലയിലും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആദ്യമേ ഭവ്യ നന്മ കൊണ്ട് ദൈവം നടത്താൻ ദൈവം ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കുന്നത്. കർത്താവിൻ്റെ പോലത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. കാരണം പ്രിയ ജോയ് പണിക്കർ കുടുംബം, അതുപോലെ തന്നെ ആയിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1985 മുതൽ ഉള്ളതായ സ്നേഹബന്ധമാണ് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളത്. ഞാൻ ആദ്യമായി മധ്യപ്രദേശിൽ കടന്നു വരുമ്പോൾ ഞാൻ താമസിച്ചത് പ്രിയ ജിഷയുടെ മമ്മിയുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഇവിടെ അവരെല്ലാം ഇരിപ്പുണ്ട്. അവരോട് ഞാൻ ഓർക്കുകയായിരുന്നു. അന്ന് ആ ബന്ധം അവിടെ തുടങ്ങി. അതിനുശേഷമായിട്ട് ഭോപ്പാൽ മധ്യപ്രദേശ് മണ്ഡലി മത്സരത്തിൽ കർത്താവിൻ്റെ വേല തുടങ്ങുവാനായിട്ട് ആരംഭിച്ചു. അന്ന് അവിടുത്തെ വിശ്വാസിയായി അന്ന് അദ്ദേഹം പ്രിയ ചായ പറഞ്ഞ പോലെ കല്ലുമല സഭയുള്ള ബന്ധത്തിലാണ് പ്രിയ ജോയി അവിടെ ആയിരുന്നത്. അവിടെ പോകാത്ത അല്ലെങ്കിൽ ഭോപ്പാൽ ചർച്ചിൽ പോകാത്ത സന്ദർഭങ്ങളിൽ ഞാനായിരിക്കുന്ന മണ്ഡലി ചർച്ച ആരാധനയ്ക്ക് ഒന്നിച്ച് കൂടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അന്ന് ആരംഭിച്ച ആ സ്നേഹബന്ധം ഇന്ന് വരെ പുലർത്തുവാൻ ഇടയായി തീർന്നു. എൻ്റെ മുമ്പിലാണ് പ്രിയ ജിഷാങ്ങൾ വളർന്നു വന്നത്. അവിടുതായ വിവാഹത്തിന് വിഷയത്തെക്കുറിച്ച് ആരംഭം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എല്ലാത്തിനും സംബന്ധിച്ചിരിക്കും. നേരത്തെ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ അഡ്വാൻസായി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്യുവാണ്ടയായി തീർന്നു. കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ടയായി തീർന്നു. പിന്നെ വിവാഹ ബന്ധത്തിൽ എവിടെയാണ് ചെറുക്കൻ്റെ വീടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം മുക്കാൽമണ്ണാണെന്ന് പറഞ്ഞു. എൻ്റെ വൈഫിൻ്റെ വീട് മുക്കാൽമണ്ണാണ്.
ഒരു 100 മീറ്റർ ദൂരമേ ഒരു വീടോ 2 വീടുമായിട്ടുള്ളൂ. എന്നാൽ അവിടെയുള്ള പരിചയം ഞങ്ങൾക്കില്ല. 7 വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ ജില്ലയിലായതുകൊണ്ട് ഞാനൊരു കാര്യം ഓർപ്പിച്ച് പറയട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായ കുടുംബങ്ങളുമായിട്ട് മാത്രമേ ബന്ധിപ്പിക്കുകയുള്ളൂ. അതാണ് ഇവർ സംഭവിച്ചിരിക്കുന്നത്. അതിന് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും മംഗളമായി 3-ാം തീയതി നടക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ രാത്രികാല അതിഭയങ്കരമായ മഴയായിരുന്നു. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് ദൈവസേന പ്രാർത്ഥിക്കാനിടയായിരുന്നു. കർത്താവേ, നാളെ പകൽക്കാലം ഇത് അനുഗ്രഹമായ ഒരു മംഗളി ശുശ്രൂഷ നടക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായിരുന്നു. അതിനാൽ ഞാൻ സ്തോത്രം കണ്ടവരെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിച്ചാൽ പ്രിയ കുഞ്ഞുങ്ങളോട് ഉള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ധന്യമായൊരു ജീവിതം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. അത് മാത്രമല്ല പ്രാർത്ഥനയും ആയിരിക്കും. തുടർന്നും നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ദൈവസഭ നോർത്ത് റീജിയൻ, നോർത്ത് വെസ്റ്റ് സോണിൻ്റെ നോർത്ത് റീജിയൻ തരത്തിലുള്ള എല്ലാ ശുഭകാമനായി നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായി ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനും വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്കും വിശിഷ്യാൽ ഇന്ന് വിവാഹ നിശ്ചയം നടന്ന നിയുക്ത ദമ്പതികൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നേക്ക് ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് IPC ഭോപ്പാൽ സഭയുടെ ചാർജ് ഞങ്ങൾ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ആ സഭയിൽ ഞങ്ങളോടൊപ്പം ഒരു കുടുംബമായ നിലയിൽ കഴിഞ്ഞ ഒരു ഭവനമാണ് പ്രിയ ജോയ് പണിക്കർ കുടുംബം. വിശേഷിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി അവിടെ പാർക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ആബ്സെൻറ്റിലൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെ കൈത്താങ്ങൽ നൽകുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഒരു കുടുംബമാണ്. ജോയ് പണിക്കർ കുവൈറ്റിലായിരുന്ന സന്ദർഭങ്ങളിൽ ശുശ്രൂഷയ്ക്കായി എന്നെ അവിടെ കൊണ്ടുപോയ രംഗങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. ദൈവസത്താനായിരുന്ന സഭകളിലൊക്കെ ദൈവ ശുശ്രൂഷയ്ക്കും ദൈവദാസന്മാർക്കും വളരെ കൈത്താങ്ങൽ കൊടുത്ത് മുൻപോട്ട് നയിച്ച ഒരു കുടുംബമാണ്. കർത്തൃ ശുശ്രൂഷയിൽ ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രിയ നിജയ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അവർ 2 കുഞ്ഞുങ്ങളും വളരെ സൗമ്യതയും വളരെ അച്ചടക്കത്തോടുകൂടി ദൈവസഭയ്ക്കും യൗവനക്കാരുടെ ഇടയിലും വളരെ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കണ്ണു മുമ്പാകെ വളർന്നു വരുവാൻ ഇടയായി തീർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. വരൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എബ്രോൺ ഹൂസ്റ്റൺ സഭയിലാണെന്ന് എനിക്കറിയുവാനിടയായി. എൻ്റെ അളിയൻ കൂടുന്ന കർത്താവിനദാസൻ പാസ്റ്റർ രാജു ജോൺ കുടുംബം ഇവരൊക്കെയും ആ സഭയുടെ അംഗങ്ങളാണ്. പല സന്ദർഭങ്ങളിൽ അവിടെ കടന്നു പോകുവാനും ആ സഭയിൽ കടന്നു പോകാനുള്ള അവസരങ്ങൾ ദൈവമൊരുക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിൽ നിന്ന് തിരുവചനം വായിക്കുന്നത് പോലെ ദൈവം അതതിൻ്റെ സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്ന പോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന തലമുറകൾ നാം പലപ്പോഴും പല സന്ദർഭങ്ങളിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നൊക്കെ നമ്മൾ ആവലാതിപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം അതതിൻ്റെ സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്നു. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഭവനത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുന്നേ ശുശ്രൂഷിച്ചതായിരിക്കും ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ആത്മാവിനുള്ള ആരാധനയും നിങ്ങളുടെ ജീവിതത്തിൽ നിലയ്ക്കാതിരിക്കട്ടെ. നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവർ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരട്ടെ. ഒരു സുവിശേഷ ഭവനമായി നിങ്ങളുടെ ഭവനമായി തീരുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ നവകുടുംബത്തിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശിഷ്യാ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന IPC എബനേസർ പൊതുവൽ സഭയുടെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ MA തോമസ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ജുബിൻ്റെയും ജിഷയുടെയും വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ദൈവത്താൽ ദൈവവചനത്താൽ ഉഭയസമ്മതത്താൽ വരുന്ന ദിവസം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ സുസ്മരവതരായി നമ്മുടെ നടുവിലായിരിക്കുന്ന ജുബിനും ജിഷയ്ക്കും പ്രത്യേകം അഭിവാദനങ്ങൾ.
പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്ന് കൃപയും സമാധാനവും ധാരാളമായി നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ യാത്ര കർത്താവ് ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ 2018 വരെ കുവൈറ്റിൽ PCK ശുശ്രൂഷിക്കുന്ന കാലയളവിലാണ് പ്രിയ ജോയിച്ചാനെ പരിചയപ്പെടുന്നത്. ഞാൻ അവിടുന്ന് ആയിരുന്ന സമയങ്ങളിൽ അദ്ദേഹം സഭയുടെ ട്രഷററായി, സഭയുടെ ഓഡിറ്ററായി, സൺഡേ സ്കൂളിലെ അധ്യാപകനായി വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഫീൽഡ്. ഡിജിറ്റ് ഒന്ന് തെറ്റിപ്പോയാൽ അത് ട്രബിൾ മേക്കേഴ്സ് ആകും. അങ്ങനെയുള്ള എത്ര വലിയ ട്രബിൾ മേക്കേഴ്സായിട്ട് അത് വിചാരിച്ചാലും അതിനെയൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കൃപ അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് പലരും നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് ആരാധനാ സമയത്തിനിടയിലാണ് അവർ യാത്ര അയക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്ന ഏറ്റവും കൂടുതൽ സമയം വേർതിരിച്ചത് പ്രിയ ജോയിച്ചാൻ നാട്ടിലേക്ക് വന്ന സമയത്താണ്. കാരണം അതിനോട് പൊരുത്തപ്പെടാൻ ദൈവമക്കൾക്ക് കഴിയുമായിരുന്നില്ല. ഇന്ന് വരുന്ന ദിവസം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 10-27 വർഷമായിട്ട് ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. കുടുംബജീവിതം ഭദ്രമാകാനുള്ള ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് ക്യാഷ് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കൊടുക്കണം. വല്ലപ്പോഴും ഒക്കെ ഭാര്യയും കൊടുക്കാൻ തയ്യാറാകും. അപ്പം ഇങ്ങനെ ക്യാഷ് കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ വലിയ അല്ലലച്ചിലില്ലാതെ ഈ ജീവിതം ധന്യമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്യാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പടമുള്ള കറൻസി ആയിട്ട് ഓർമ്മയിൽ വന്നു. ആ ക്യാഷ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്യാഷ് C for കെയർ, നന്നായിട്ട് കെയർ ചെയ്യാൻ തയ്യാറാണ്. രണ്ടാമതായിട്ട് അറ്റൻഷൻ. ഒരു സ്ത്രീ ഒരു ദിവസം 15,000-ഓളം വാക്കുകൾ സംസാരിക്കുമെന്ന്. ഭർത്താക്കന്മാരൊരു അല്ലെങ്കിൽ പുരുഷന്മാരൊരു 5,000-6,000. പക്ഷെ ബാക്കി ആരോട് സംസാരിക്കും? ഇത് കേൾക്കാനുള്ളൊരു നല്ല മനസ്സ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് എസ് ആണ്. ഇടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകണം. ഞാൻ ഈ മാവേലിക്കരയിലേക്ക് ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ ഒരു സൈഡിൽ ഒരു വീട് കണ്ട് അവിടെ അതിൻ്റെ പില്ലറിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ പോൾ മത്തായി. അപ്പം ഞാൻ വിചാരിച്ചു പോൾ മത്തായിയുടെ വീടാണിത്. അദ്ദേഹം ഇവിടുത്തെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് വാഴുന്നു. അദ്ദേഹത്തിൻ്റെ അധ്വാനപരമായിട്ടുള്ള വീട് കാര്യങ്ങളെല്ലാം. പക്ഷേ ബസ് വിടുന്നതിന് മുമ്പ് അടുത്ത പില്ലറിനെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ട് അക്കാമ പോൾ. അപ്പോൾ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യ, ഞങ്ങൾ ഒരുപോലെ ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തായിട്ട് ഓണർ, ബഹുമാനിക്കുക. അപ്പോൾ കെയർ ചെയ്യുവാനും ഒരു അറ്റൻഷൻ, അവരെ ഒന്ന് ശ്രദ്ധിക്കുവാനും അവരുടെ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുവാനും ബഹുമാനിക്കാനും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ധന്യമായി തീരും. ദൈവത്താൽ ജയ ഫാമിലി ധന്യമായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലൂടെ ദൈവനാമ സുഗന്ധപൂരിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മൈ ഗോഡ് ബ്ലെസ് യു. Thank you, Pastor. We are almost at the end of this engagement ceremony. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാനായി പാസ്റ്റർ ഷാജി വർഗീസിനെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. ഷാജി വർഗീസ് is Jisha's uncle and is the president of Indian Evangelical Team. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാനായി തന്നെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. Hallelujah. I know everybody is hungry, but still you can say hallelujah. Come on. Hallelujah. I'm so happy to be here. I was rushing to be here in time. On December 27th, 1997, this beautiful young girl was born. And from then, when I look forward, I can't imagine she has grown to become a beautiful bride. I remember when she was 3-4 years old, she would not go to school without a kolakatta. She would tell her mummy, kolakatta doge to main school jaungi, nahi to main school nahi jaungi. From there, she has grown to be a beautiful girl. I remember when Suni and I used to go to their house, she would stand on the staircase and cry, Mama, मेरे को भी आपके साथ जाना है. अब पता नहीं जाएगी कि नहीं जाएगी. अब जुबिन के पीछे जाएगी, हमारे पीछे नहीं आएगी. Anyway, I love you. You are my daughter and I love you. I stand here to thank you all. My name is Shaji Varghese and I am Angela's mama. I'm sorry. I'm Shaji Varghese. I'm Jisha's mama.
Shailesh brother. I'm very tired actually. I want to thank God. Bible says in Psalms 103, it says, "Bless the Lord, O my soul, and forget not his benefits." And as we sit here, all we can do is thank God for all the good things that he has done. For last 27 years, God had been good to Jisha, had been good to our family, and God protected her, guided her, and so with Jubin. God blessed them. So let's all just thank God for what he has done. You know, David always said, let us have a grateful heart. And we got to be people who always have a grateful heart towards God. So we thank God, and we thank God for this beautiful arrangement and for this day that God has given in our hand so that we can celebrate. This is the day that the Lord has made, and we will rejoice. As Pastor P.D. Thomas said, I did not know that it was raining last night. It could have rained again, and the whole program could have been a big mess. But our God is a faithful God. Our God is a faithful God. God who controls the winds and the waves and the nature. And we are so privileged that we serve the creator of the creation, not the creation. And so we thank God for that. I want to thank the chairman of today's meeting, of today's program, Pastor Jijo George. Thank you very much. You did a fantastic job. Maybe for my daughter's wedding, I'll call you to preside the program. Thank you very much. God bless you. Pastor Sunny Alexander, thank you very much for your message. It was a heart-touching message. God bless. Pastor Varghese Abraham, who is Jubin's parental pastor, I want to thank you for taking time and for coming and investing into the life of these children. I want to thank Pastor Santosh Memna, the assistant pastor of Jubin's church. Thank you very much for your time that you have taken and you have come here. Pastor P.J. Thomas, former president of the Church of God, Kalumela, I want to thank you for being here. I have had the privilege to share pulpit with you, and that has been my honor several times. I want to thank all the pastors who have come from North India. You took pain, you sacrificed to be here, and I want to thank you for that. Thank you, all the pastors who came from North India, pastors who are here who have pastored and shepherded Jisha in various places. Thank you very much for investing and for guiding her into a deep spiritual life. I want to thank all the former pastors of IPC, PCK Kuwait for taking time and for coming here and for blessing this couple. All the pastors from Kalimala Church, I want to thank you. I want to thank all the pastors and all the dignitaries who are here. Thank you for taking the pain. Thank you for accepting our invitation and for coming here. I want to thank the worship team, Brother Johnson, Bindu Chechi, and the kids. This is our own worship team. They are our family, and it's good to see these children grow up and worshiping God. God bless you. There are a few IUT leaders also who are present here. I had invited you and you are here. Thank you very much for coming. All the friends and relatives, it means a lot. Many people came from very far away places. Some have traveled all the way from US, some have traveled from UK, some from UAE, from different parts, from North India, from different parts. I want to thank you all. This means, this is very valuable for us, and it means that you love us, and we want to thank you for that. I want to thank the catering team, the stage decoration people, the light and sound people, and the Yahira Auditorium management for giving us this auditorium. I want to thank everybody, and once again congratulations Jisha and Jubin for your step that you're going to take from Monday. May Christ be the head of your family, and in whatever you do, may Jesus be reflected through your life. God bless you. Thank you very much. Thank you. Praise the Lord. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. നമ്മുടെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ദാസനോട് എഴുന്നേറ്റ് നിൽക്കാം. നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ KC സാമുവൽ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും തുടർന്ന് ഉള്ള ഫുഡിൻ്റെ അനുഗ്രഹത്തിനായിട്ടൂടെ പ്രാർത്ഥിക്കാവുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ,
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ പകൽക്കാലനായ പിന്നെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. തിരുക്കൃപേക്ഷപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരണയെത്തിയതുപോലെ ഇന്ന് പകൽക്കാലത്ത് ഈ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രിയ ജബിൻ്റെയും ഈശോയുടെയും വിവാഹം പൂർണ്ണമായി ഉറപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചതിലേക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷം മുതൽ തന്നെ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കുന്ന സ്തോത്രം. പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്നത് നൽകുവാൻ അവിടുത്തെ ശ്രേഷ്ഠദാസനെ ബലപ്പെടുത്തിയതിലേക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ അവിടുത്തെ ശ്രേഷ്ഠദാസനോട് കേൾപ്പിച്ചതിന് സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുത്തെ ശ്രേഷ്ഠദാസന്മാരെ എല്ലാവരെയും അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ, ആശംസാ വാക്കുകൾ പറയുവാൻ അവിടുത്തെ ദാസന്മാരെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. തിരുകൃപയെ ശരണപ്പെട്ട് അടിയങ്ങൾ തീരുമാനിച്ചതുപോലെ അവിടുന്ന് അനുവദിക്കുന്നുവെങ്കിൽ കർത്താവെ 3-ാം തീയതി തിങ്കളാഴ്ച പകൽ വടനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് റാന്നി IPC ബദൽ സഭയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ പ്രിയ ആജുവിൻ്റെ ജിഷിയുടെ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്ന് അനുഗ്രഹിച്ച അന്ന് തന്നെ അന്ന് കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, രണ്ടുപേരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, പ്രത്യേകമായ കൃപകൾ നൽകണമേ, പ്രത്യേകമായ അഭിഷേകത്തോടുകൂടെ അവരെ കുടുംബജീവിതത്തിലേക്ക് അന്ന് പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും ദൈവങ്ങളിലേക്ക് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് രണ്ടുപേരുടെ മാതാപിതാക്കളെ, ബന്ധുക്കൾ, ചർച്ചക്കാർ, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്ന പ്രിപ്രേ, ഇവിടെയുള്ള പ്രിപ്രേ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള റിസപ്ഷനെ അനുഗ്രഹിക്കണം. ഞാൻ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപാനങ്ങൾക്കായി സ്തോത്രം. അത് വിശുദ്ധീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാണ്. നല്ല അനുഗ്രഹിക്കുന്ന ഖോയറിനെ ദൈവം കൊണ്ടുവന്നതിന് സ്തോത്രം. നല്ല പാട്ടുകൾ പാടി തിരുമേനിയെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. എല്ലാ ശുശ്രൂഷയും അനുഗ്രഹിച്ചതിന് സ്തോത്രം. പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടതിന് സ്തോത്രം ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കാവൽ സംസർഗവും എന്നവരിലേക്ക് നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയത്തോടൊപ്പം പ്രത്യേകിച്ച് തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടൊപ്പം തുടർന്നുള്ള റിസപ്ഷനോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പ്രിയ ജോയിച്ചാൽ മുമ്പോട്ട് കടന്നു വന്ന് ഫുഡിൻ്റെ ചില അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, അത് അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ ഇനി സമയം എടുക്കുന്നില്ല. പ്രത്യേകാല കടന്നു വന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ ഫുഡിൻ്റെ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫുഡ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേജിൽ വെച്ചാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള ഇരിപ്പിടം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ചില ക്രമീകരണങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. താഴെയുള്ള സ്റ്റേജിനോടടുത്ത് അവിടെ 4 ടേബിളുകൾ പാസ്റ്റേഴ്സിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിനടുത്തൊരു സീറ്റുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം സെർവ് ചെയ്യുന്നതാണ്. അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ജിഷയുടെ ഫ്രണ്ട്സ് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള नॉन वेजिटेरियन फूडाണ് അവിടെ സെർവ് ചെയ്യുന്നത്. मेरे को हिंदी में भी बोल देता हूँ कि नीचे जो खाने का अरेंजमेंट्स किया हुआ है वहाँ पर स्टेज के सामने एक टेबल केवल नॉर्थ इंडियन फूड ही वहाँ पर दिया जाएगा और केवल आप लोग वहाँ पर जाइएगा और कहीं आप लोग बैठना नहीं, क्योंकि आपके लिए अलग से फूड वहाँ पर अरेंज किया हुआ है. അതുപോലെ തന്നെ വാഷ് ബേസിൻ താഴെ തന്നെ 2 സൈഡിലായിട്ടുണ്ട്. 2 ഇടത്തായിട്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കുക. പിന്നെ തക്ക സമയത്ത് തന്നെ ഈ പ്രോഗ്രാം നിർത്തുവാൻ സഹായിച്ചു എല്ലാവരുടെയും സഹകരണത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി. പ്രത്യേക കർത്തദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക നിയുക്ത വരനും വധുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.